بسم الله الرحمن الرحيم الحمد لله والصلاة والسلام على سيدنا محمد رسول الله وعلى آله وصحابه وأزواجه وذريته وأهل بيته وعلماء دينه وأولياء أمته عدد ما أحاط به علم الله. മലമൂത്ര വിസർജനത്തിൻ്റെയും അതിൻ്റെ ശുദ്ധീകരണത്തിൻ്റെയും ആദാബുകളാണ് കഴിഞ്ഞ ക്ലാസ്സിൽ നാം കേട്ടത്. ഇനി ഉളുവിലേക്ക് പ്രവേശിക്കുകയാണ്. ഉളുവിൻ്റെ ആദാബുകളാണ് ഇനി നമുക്ക് ചർച്ച. ഫഇദാ ഫറഗത മിനൽ ഇസ്തിൻജാഇ ഫലാ തത്റുകി സിവാക്. മലമൂത്ര വിസർജനവും അതിൻ്റെ ശുദ്ധീകരണത്തിൻ്റെയും ശേഷം മിസ്വാക്ക് നീ ഒഴിവാക്കാൻ പാടില്ല. പല്ല് തേക്കൽ അതിന് 3 ഫലമാണ്. ഫൈന്നഹു മത്ഹറത്തുൽ ലിൽ ഫമ, വായയെ ശുദ്ധിയാക്കുന്ന സാധനമാണ് മിസ്വാക്ക്. 2 വമർലാത്തുൽ ലിർ റബ്ബി, അല്ലാഹു സുബ്ഹാനഹു വ തആലാനെ തൃപ്തിപ്പെടുത്തുന്ന സംഗതിയാണ്. 3 വമസ്ഖതത്തുൽ ലിശൈത്വാന്, ദേഷ്യം പഠിപ്പിക്കുന്ന സാധനവുമാണ്. ഇത്ര ഫായതകളാണ് ചുരുക്കത്തിൽ. മറ്റു ചില ഹദീസുകളിൽ 20ഓളം ഫായതകൾ എണ്ണീയിട്ടുണ്ട്. ഇവിടെ ചുരുക്കിയിട്ടാണല്ലോ പറയുന്നത്. വസലാത്തും ബി സിവാക്കിൻ അഫ്ളലു മിൻ 70 സ്വലാത്തൻ ബിഗൈരി സിവാക്ക്. മിസ്വാക്ക് ചെയ്തുകൊണ്ടുള്ള ഒരു നമസ്കാരം മിസ്വാക്കില്ലാത്ത 70 നമസ്കാരത്തിനേക്കാളും അഫ്ളലാണ് എന്നാണ് ഹദീസ് പറഞ്ഞിരിക്കുന്നത്. അപ്പം അത്ര അതിന് ശ്രേഷ്ഠതയുണ്ട്. ഇനി സുമ്മ ജലിസ്ലിൽ വുളൂഇന് വേണ്ടി നീ ഇരിക്കണം. മുസ്തഖ്ബിലൽ ഖിബ്ല, ഖിബ്ലക്ക് നേരിട്ടവനായിട്ട്. അലാ മൗളിഇൻ മുർതഫിഇൻ, ഒരു ഉയർന്ന സ്ഥലത്തിരിക്കുക. അതെന്തിനാ? കൈലാ യുസീബക റശാശു, വെള്ളം നമ്മൾ ശരീരത്തിലേക്ക് തെറിക്കാതിരിക്കാനാണ്. അപ്പോൾ ഇവിടെ മിസ്വാക്കാണ് മൂപ്പർ മുന്തിച്ചത്. ഫിഖ്ഹിൻ്റെ കിതാബിൽ കാണാം, ആദ്യം ബിസ്മി ചൊല്ലി മുങ്കൈ കഴുകി മിസ്വാക്ക് ചെയ്തിട്ടാണ് മലമൂലത്തും ഇസ്തിൻഷാക്കും. അല്ല, ഒളുവിൻ്റെ നിസ്കാരത്തിനും മിസ്വാക്കുണ്ട്. അതെ, നിസ്കാരത്തിൻ്റെ സമയത്ത്. അതെ, ഈ ഒളുവിൻ്റെ ബന്ധപ്പെട്ട് ഈ മിസ്വാക്കിനെ പറ്റി തർത്തീബ് പറഞ്ഞത് ആദ്യം മുങ്കൈ കഴുകി, പിന്നെ നമ്മൾ സാധാരണ വായിൽ വെള്ളം കൊള്ളലാന്നല്ലോ, അതിന് മുമ്പായിട്ട് മിസ്വാക്ക് ചെയ്യും. മിസ്വാക്ക് ചെയ്തിട്ട് വായിൽ വെള്ളം കുപ്പിക്കലും മൂക്കിലും, പിന്നെ മുഖം കഴുകി. ഇവിടെ മിസ്വാക്കൊരു പ്രത്യേക ഭാഗമായിട്ട് മൂപ്പർ എണ്ണിയത്. ഇനി ഇതൊന്ന് പൊന്തിച്ച് ഇത് കർമ്മ വഖുൽ ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം റബ്ബി അഊദു ബിക മിൻ ഹമസാത്തിശ് ശയാത്തീൻ വഅഊദു ബിക റബ്ബി അൻ യഹ്ളുറൂൻ. ഇത് തുടക്കത്തിൽ ചൊല്ലലാണ്. ശൈത്താന്മാരുടെ ദുർബോധനങ്ങളെ തൊട്ട് ഞാൻ നിന്നോട് കാവലിനെ തേടുന്നു. എൻ്റെ പ്രവർത്തന രംഗത്തൊക്കെ ശൈത്താൻ നമ്മളോടൊപ്പം ഹാജരാവലിനെ തൊട്ടും ഞാൻ നിന്നോട് കാവലിനെ തേടുന്നു എന്നാണ് ഇതിൻ്റെ ചുരുക്കം അർത്ഥം. وروي عن أبي هريرة رضي الله عنه قال رسول الله صلى الله عليه وسلم لولا أن أشق على أمتي لأمرتهم بالسواك في كل صلاة. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുകയാണ്, എൻ്റെ ഉമ്മത്തിന് ബുദ്ധിമുട്ടാക്കുന്ന പേടിയില്ലായിരുന്നുവെങ്കിൽ എല്ലാ നമസ്കാരത്തിൻ്റെ സമയത്തും മിസ്വാക്കുകൊണ്ട് കൽപ്പിക്കുമായിരുന്നു എന്ന് പറഞ്ഞു. അപ്പം ഇപ്പം കൽപ്പനയില്ലേ? അതായത് ഫർളാക്കപ്പെട്ട കൽപ്പന കൽപ്പിക്കുന്നു. അതായത് അയവില്ലാത്ത കൽപ്പനക്കാണല്ലോ ഫർളാക്കപ്പെട്ട കൽപ്പന എന്ന് പറയുന്നു. അപ്പോൾ അത് ജനങ്ങൾക്കൊരു ബുദ്ധിമുട്ടാകും എന്ന് മനസ്സിലാക്കിയിട്ട് അത് അളവ് ചെയ്തിട്ടാണ് ഇപ്പം എന്താക്കി സുന്നത്താക്കി തന്നത്.
വഅൻഹു സല്ലല്ലാഹു അലൈഹി വസല്ലം ഉമിർതു ബിസ്സിവാക്കി ഹത്താ ഖശീതു അൻ യുക്തബ അലയ്യ. മിസ്വാക്ക് കൊണ്ട് എന്നോട് കൽപ്പിക്കപ്പെട്ടിട്ടുണ്ട്. അത് അള്ളാഹുവിൻ്റെ വക്കൽ നിന്നുള്ള കൽപ്പന. എത്ര വരെ? അത് ഫർളാക്കപ്പെടും എന്ന് വരെ ഞാൻ പേടിച്ചു പോയി. ഇനി സുമ്മ ഗസിൽ യദൈക, പിന്നെ 2 കൈ കഴുകണം. അതായത് മുൻകൈ കഴുകല പറയുന്നത്. കാരണം ഫർളാക്കപ്പെട്ട കൈ കഴുകലിലേക്ക് എത്തിയിട്ടില്ലല്ലോ. സലാസൻ 3 വട്ടം. കബില അൻ തുദ്ഖിലഹുമൽ ഇനാ, ആ പാത്രത്തിൽ കൈ കടത്തുന്നതിന് മുമ്പായിട്ട്. അത് കൈ കടത്തുന്നില്ലെങ്കിലും മുൻകൈ കഴുകൽ സുന്നത്തുണ്ട്. പക്ഷെ അത് മുമ്പാവാനുള്ള കാരണം പറഞ്ഞിരിക്കുന്നു. വഖുൽ അല്ലാഹുമ്മ ഇന്നി അസ്അലുക്കൽ യുംന വൽ ബറക്കത വ അഊദു ബിക മിനശ് ശുഅമി വൽ ഹലക. നിന്നോട് അനുഗ്രഹത്തിനെയും ബറക്കത്തിനെയും ഞാൻ തേടുന്നു, ഹലാക്കിനെ തൊട്ടും മോശമായ കാര്യങ്ങളെ തൊട്ടും ഞാൻ നിന്നോട് കാവലിനെ തേടുന്നു എന്ന് പറയലേ. സുമ്മൻ ബി റഫ് അൽ ഹദസി അബിസ്തിബാഹത്ത് സ്വലാ. പിന്നെന്ത് ചെയ്യണം? ചെറിയ അശുദ്ധി ഉയർത്തുന്നു എന്നോ അല്ലെങ്കിൽ നമസ്കാരം ഹലാലാക്കെന്നെയോ കരുതുക. അപ്പം ചെറിയ അശുദ്ധി ഉയർത്തൽ ആർക്ക്? മൂത്രവാർച്ചക്കാരൻ പോലത്തെ നിത്യ അശുദ്ധിക്കാരൻ അത് ബാധകമാവില്ല. കാരണം അശുദ്ധി ഓനിക്ക് നീങ്ങുന്നില്ല. അവിടെ അത് തന്നെ ഫർളാക്കപ്പെട്ട നിസ്കാരം ഹലാലാക്കാൻ വേണ്ടിയെന്ന് കരുതണം. വെറും നിസ്കാരം എന്ന് കരുതിയാലോ അല്ലെങ്കിൽ സുന്നത്ത് കരുതിയാലോ സുന്നത്തേ പറ്റുള്ളൂ. ഫർള് കരുതിയാൽ എന്ത് പറ്റും? ഫർളും പറ്റും, സുന്നത്തും പറ്റും, അതിനോട് താപിയാൽ എല്ലാം പറ്റും. സുന്നത്താക്കപ്പെട്ട നമസ്കാരം എന്ന് കരുതിപ്പോയാൽ സുന്നത്തെ പറ്റും, ഫർള് പറ്റൂല. കാരണം അവൻ്റെ ആ ഒളൂനെന്തില്ല, ഗ്യാരണ്ടി ഇല്ല, അശുദ്ധി വന്നുകൊണ്ടിരിക്കുകയല്ലേ ഇന്ന്. ഇനി വലാ യംബഗി അൻ തഅസുബ നിയ്യതുക ഖബിലൽ ഗസ്ലിൽ വജ്ഹി. മുഖം കഴുകുന്നതിന് മുമ്പ് തന്നെ നീയത്ത് അപ്രത്യക്ഷമാകാൻ പാടില്ല എന്ന് പറയുന്നു. അത് തുടക്കത്തിൽ തന്നെ ഉണ്ടാവണം. അപ്പം ഫലാ യസിഹു വുളൂക, നിൻ്റെ വുളൂ സഹിയാകാതെ വരും. മുഖം കഴുകിയതിന് ശേഷം ആയിപ്പോയാൽ. ഇനി സുമ്മ ഖുദ് ഉർഫത്തൻ ലിഫീക. പിന്നെ നിൻ്റെ വായിൽ കവളാൻ വേണ്ടിയിട്ട് ഒരു കോരൽ വെള്ളം കോരണം. വതമൽമലു ബിഹാ, അതുകൊണ്ട് വായിൽ വെള്ളം കുപ്പളിക്കുക. സലാസൻ 3 വട്ടം. വബാലിഗ് ഫി റദ്ദിൽ മാഇ ഇലൽ ഗൽസമതി. ഇതാ നാവിൻ്റെ തൊണ്ടൻ്റെ അറ്റുണ്ടല്ലോ, അവിടത്തേക്ക് എത്തുന്നത് വരെയും വെള്ളം മുബാലക ചെയ്യണം. നമുക്കല്ല അതാക്കിച്ച്. പക്ഷേ ഇല്ലാത്തക്കൂന സായിമൻ, നോമ്പുകാരനായാൽ ഒഴികെയെന്ന്. നോമ്പുകാരനത് പറ്റൂല, കാരണം നോമ്പ് മുറിഞ്ഞു പോകും. അവരുടെ കൽപ്പനയില്ലല്ലോ. വഖുൽ അല്ലാഹുമ്മ അഇന്നി അലാ തിലാവത്തി കിതാബിക വകസ്റത്തി ദിക്രി ലക വസബ്ബിത്നി ബിൽ ഖൗലി സാബിതി ഫിൽ ഹയാത്തി ദുനിയ വഫിൽ ആഖിറ. നിൻ്റെ കിതാബ് പാരായണം ചെയ്യുവാനും ദിക്ർ ധാരാളമാക്കുവാനും നീ എനിക്ക് ഉദക്കം തരണം. ബിൽ ഖൗലു സാബിത്ത് ഏതാണ്? ലാ ഇലാഹ ഇല്ലല്ലാഹു മുഹമ്മദുർ റസൂലുള്ളാഹിക്കാണ് ഖൗലു സാബിത്ത് എന്ന് പറയാം. അതുകൊണ്ട് നീ ഉറപ്പിക്കണം എൻ്റെ ജീവിതകാലത്തും പാരത്രിക ലോകത്തും. സുമ്മ ഖുദ് ഉർഫത്തൻ ലിഅൻഫിക. ഇനി മൂക്കിന് വേണ്ടി ഒരു വെള്ളം കോരണം. വസ്തൻഷക ബിഹാ സലാസൻ, അതുകൊണ്ട് 3 വട്ടം മൂക്കിൽ വെള്ളം കയറ്റുക. അപ്പോൾ ഇത് ഫിഖ്ഹിൽ പറയപ്പെട്ട ഒരു തരം തർത്തീബാണ്. പല തർത്തീബുകളുണ്ട്. ഇപ്പം പറഞ്ഞെന്താണ്? കയ്യിൽ വെള്ളം കോരിയിട്ട് വായിൽ വെള്ളം കഴിച്ചിട്ട് അതിനെ കൊണ്ട് 3 എണ്ണാക്കലാണ്. രണ്ടാമത് കോരിയിട്ട് മൂക്കിൽ അതുകൊണ്ട് 3 എണ്ണാക്കലാണ്. അപ്പോൾ ഈ കോരിയ വെള്ളം എന്താക്കണം? 3 ഓയിൽ വെക്കണം എന്ന് പറഞ്ഞു. അങ്ങനെയല്ലേ? വസ്തൻസിർ ബിഹാ മാഫിൽ ലംഫി, അങ്ങനെ മൂക്കിലുള്ളതെല്ലാം ചീറ്റിക്കളയണം. മീൻ റുത്തൂബത്തി, നനവിനാൽ. വഖുൽ ആക്കറുണ്ട്.
വഖുൽ ഫിൽ ഇസ്തിൻഷാഖ്, മൂക്കിൽ വെള്ളം കയറ്റുന്ന അവസരത്തിൽ നീ പറയണം, അല്ലാഹുമ്മ അരിഹിനി റായിഹത്തൽ ജന്നത്തി വ അൻത അന്നി റാദിൻ, സ്വർഗത്തിൻ്റെ വാസന എനിക്ക് നീ ആസ്വദിപ്പിക്കണം, നീ എന്നെ തൊട്ട് പൊരുത്തപ്പെട്ടവനായ സ്ഥിതിയിൽ എന്ന് പറഞ്ഞു. വഫൽ ഇസ്തിസാരി, അത് പിഴിഞ്ഞു കളയുന്ന നേരത്ത് കരുതണം, അല്ലാഹുമ്മ ഇന്നി അഊദു ബിക മിൻ റവാഇഹിൻ നാരി വമിൻ സൂഇദ്ദാർ, നരകത്തിൻ്റെ ചീത്ത വാസനയെ തൊട്ടും അതുപോലെ നരകത്തിനെ തൊട്ടും നീ എന്നെ റാഹത്താക്കണം, ഞാൻ നിന്നോട് കാവലിനെ തേടുന്നു എന്ന് പറഞ്ഞു. അപ്പം നവീമാമ് മെത്തമുതാക്കുന്ന രീതി എങ്ങനെയാണ്? 3 കോരലി, ഒരു കോരലിൽ മൂക്ക് കയറ്റലും വായിൽ വെള്ളം പൊളിക്കലും മൂക്കിൽ കയറ്റലും, അതെ, അങ്ങനെ 3 കോരലി. ഇതാമത്തിലുണ്ട് 6 വന്നു, അല്ല 2 കോരലിൽ 3 ആ, ചില കൈഫ്യത്തിൽ പറയുന്നത് ഓരോന്നിനും, അപ്പം 6 കോരൽ വരും. അപ്പം എണ്ണം ചുരുക്കാനും വെള്ളം ക്രമീകരിക്കാനും നവൈമാമ് പറഞ്ഞതാണ് മുഹത്തമദാക്കിന് ഷിക്കഹരി. ഇത് ഖസാലിമാമിൻ്റെ മുഹത്തമദാണ് പറഞ്ഞു വരുന്നത്. ഇനി ഹുദ് ഓർഫത്തല്ലി വജിഹിക്കാം, എൻ്റെ മുഖത്തിന് വേണ്ടി ഇനി ഒരു കോരലി, ഫഗസിൽ ബിഹ, അതുകൊണ്ട് കഴുകണം മിൻ മുബത്തദ ഈ തസ്തീഹിൽ ജബഹത്തി, നെറ്റിയുടെ ഈ പരന്ന ഭാഗമുണ്ടല്ലോ അതിൻ്റെ അറ്റം മുതൽ തുടക്കം മുതൽ ഇലാ മുൻതഹ മാ യുഖ്ബിലു മിനസ്സകനി ഫി തൂൽ, ഇലാ മുൻതഹ മാ യുഖ്ബിലു മിനസ്സകൻ, താടിയെല്ലിൻ്റെ അറ്റം വരെ, ഇതല്ല താടിയല്ലേ, ആ താടിയെല്ലിൻ്റെ അറ്റം, അപ്പോൾ ഇവിടെ മതിയാവില്ല ഇങ്ങോട്ടേക്ക്, അതെവിടത്തേക്ക് ഫി തൂൽ, നീളത്തിലായി പറഞ്ഞു. മനുഷ്യൻ്റെ നീളിങ്ങനെ പിടിച്ചാൽ ഇവിടെ തുടങ്ങിയിട്ട് ഇവിടം വരല്ലേ. ഇനി വമിനൽ ഉദുനി ഇലൽ ഉദുനി, ചെവി മുതൽ മറ്റേ ചെവി വരെ ഫിൽ അർള്, വീതിയിലും. അപ്പം ഇങ്ങനെ ഒരു ക്രോസ് വരച്ച് കഴിഞ്ഞാൽ ആ പരിധിക്കിൽ ഇങ്ങനെ ഒതുങ്ങുന്നതായിരിക്കും മുഖത്തിൻ്റെ വാജിബായ പരിധി. വൗസുലിൽ മാ ഇല മൗലിഇ തഹദീഫ്, ഈ മുടി കളയുന്ന അവസരത്തെക്കുറിച്ച് നെറ്റിക്ക് വീതി കിട്ടാൻ വേണ്ടി എന്താക്കും, കുറച്ച് മേലെ നിന്ന് ലേശം മുടിയെടുത്ത് കളയും. ഇവിടക്കെല്ലാം മുടി ഉണ്ടാകുമ്പോൾ അതാണ് മൗലിഇ തഹദീഫ്. അടുത്തെന്താ മുഖവള ഇടലെന്ന് ചിലർ പറയും, അതായത് ഭംഗി കിട്ടാൻ വേണ്ടിയിട്ട് മുഖത്തിന് വട്ടം കൂട്ടം അവിടത്തേക്ക് എത്തിക്കാൻ ശ്രമിക്കും. അത് ഏതാണ്? ബഹുവമായ ഏതാദുൻ നിസാഉ തൻഹിയത്ത് ഷാരി അൻഹൂൻ, ആ ഭാഗങ്ങളെ തൊട്ട് മുടി നീക്കിയാൽ ഈ സാധാരണ സ്ത്രീകൾ പതിവാക്കിയിട്ടുള്ള ഭാഗമാണ്. ഹദഫ എന്ന് പറഞ്ഞാൽ കളഞ്ഞെന്നില്ലേ. മാ ബൈന റൂസിൽ ഉദുനി റസിൽ ഉദുനി ഇലാ സാവിയത്തിൽ ജബീൻ, അതെവിടുന്ന് തുടങ്ങും? ഉദുനിൻ്റെ തുടക്കം മുതൽ ഇതാ ഇങ്ങനെ ജബീനിൻ്റെ സാവിയയുടെ നിന്ന്, സാവിയെന്ന് പറഞ്ഞാൽ മൂല, കോർണർ. അയിനി മാ യക്കാവു മിന്നു മിൻ ജിഹത്തിൽ ബജി, എന്നുവെച്ചാലോ അതിൻ്റെ മുഖത്തിൽപ്പെട്ട ഭാഗം കഴുകണം എന്നാണ് പറഞ്ഞിരിക്കുന്നത്, അതിൻ്റെ അപ്പുറത്തേക്ക് പോകണമെന്നല്ല. വാവുസിലിൽ മായില മനാബത്തി ഷുഊരിൽ അർബഅ, 4 വിധം രോമങ്ങൾ മുഖത്ത് മുളക്കും. എന്തെല്ലാണ്? അൽ ഹാജിബാനി, 2 കൺപിരിയം, വഷാരിബാനി മീശ, വൽ അഹ്ദാബ് കണ്ണിൻ്റെ മേലെയുള്ള ഒമ, വൽ എദാറാനി ഇതിൻ്റെ താടി, പിന്നെ വഹുമ മായുവാസിൽ ഉദിനയിന് മിമുബത്തത ഇല്ലിഹയ്യ, താടിയുടെ തുടക്കം മുതൽ ചെവിയോട് നേരിട്ടുള്ള ഭാഗമാണ്. അപ്പോൾ ഇത് ഈ കുട്ടിൻ്റെ നേരെയെന്ന് പറയാം. അപ്പോൾ ഹാജിബാനിയായി, ഷാരിബാനിയായി, അഹ്ദാബായി, ഇദാറാനിയായി, ഈ 4 രോമങ്ങൾ മുഖത്ത് മുളക്കും. ആ ഭാഗങ്ങളിൽ വെള്ളം എത്താൻ വേണ്ടി വളരെ ശ്രദ്ധിക്കണമെന്നാണ്. വയജിബു ഈസാലുൽ മാഇ ഇലാ മനാബിത്തിൽ ലിഹയ്യത്തിൽ ഖഫീഫത്തി ദൂനൽ കസീഫ, നേരിയ രോമങ്ങൾ മുളച്ച സ്ഥലത്തേക്ക് വെള്ളം എത്തിക്കൽ വാജിബാണ്. പിന്നെ തിങ്ങിയതിന് വേണ്ട, തിങ്ങിയതിലേക്ക് സുന്നത്തേ ഉള്ളൂ. അപ്പോൾ നേരിയതും തെങ്ങിയും തമ്മിൽ ഫത്വയിൽ മേൽ വ്യത്യാസം എന്താ പറഞ്ഞത്? സാധാരണഗതി സംസാരത്തിന് അഭിമുഖമായി നിന്നാൽ ഇതിൻ്റെ വടവിലെ കൂടി തൊലിൻ്റെ രോമം കാണുമെങ്കിൽ നേരിയത് എന്ന് പറയും, കാണുമല്ല എങ്കിൽ തെങ്ങിയതെന്ന് പറയും. ലാബിത്ത് അതാ പറഞ്ഞത്.
അപ്പം പിരിയപ്പം സാധാരണ തിങ്ങൽ കുറവാണ് സാധാരണഗതിയിൽ ഓമയും അതാത് കസീഫിൽപ്പെട്ട് അപ്പോൾ അതിൻ്റെ ഉള്ളിൽ ആക്കൽ സുന്നത്തേ ഉള്ളൂ. അതുപോലെ മീശ ഇനി വഖുൽ ഇന്ദ ഗസ്ലിൽ വജ്ഹി മുഖം കഴുകുന്ന അവസരത്തിൽ നീ ചൊല്ലണം അല്ലാഹുമ്മ ബയ്യിദ് വജ്ഹി ബിനൂരിക യൗമ തബയ്യദു വുജൂഹു ഔലിയായിക. നിൻ്റെ ഔലിയാക്കന്മാരുടെ മുഖങ്ങൾ വെളുക്കുന്ന ഒരു ദിവസം, യൗമ തബയ്യദു വുജൂഹുൻ വതസ്വദ്ദു വുജൂഹുൻ എന്ന് ഖുർആനില്ലേ. മുഖം വെളുക്കുന്ന ദിവസമുണ്ട്, കറുക്കുന്ന ദിവസമുണ്ട്. ആ മുഖം വെളുക്കുന്ന ദിവസങ്ങളിൽ നിൻ്റെ പ്രകാശം കൊണ്ട് എൻ്റെ മുഖം നീ പ്രകാശിപ്പിക്കണേ. വലാ തുസവ്വിദ് വജ്ഹി ബിദുലുമാതിക യൗമ തസ്വദ്ദു വുജൂഹു അഅദാഇക. നിൻ്റെ ശത്രുക്കളുടെ എന്നുവെച്ചാൽ നിന്നെ കൊണ്ട് വിശ്വസിക്കാത്ത ജനങ്ങളുടെ മുഖം കറുക്കുന്ന ദിവസം, അതും ഖിയാമത്ത് നാൾ തന്നെ, ഇരുട്ടുകൊണ്ട് എൻ്റെ മുഖം നീ കറുപ്പിക്കരുതേ എന്ന് അവസരോചിതമായ ദുആയാണ്. വല തതുറുക്ക് തഖ്ലീലൽ ലിഹയത്തിൽ കിസ്സ. തെങ്ങിയ താടി ചിക്കകത്തലുണ്ടല്ലോ, അത് നീ ഒഴിവാക്കാൻ പാടില്ല. അത് വാജിബില്ല എന്ന് പറഞ്ഞിരുന്നാലും ഒഴിവാക്കാൻ പാടില്ല. ഇനി സുമ്മകസിൽ യദക്കൽ യുംന, പിന്നെ വലത്തെ കൈ കഴുകുക, സുമ്മൽ യുസ്റ, പിന്നെ അടുത്തേ കൈയും കഴുകുക, സലാസൻ, ഓരോന്ന് 3 വട്ടം. മഅൽ മീർഫക്കൈനി, ഇത് മീർഫക്ക് ഇങ്ങനെ മടക്കിയാലുണ്ടാകുന്ന ഇതാണ് മീർഫക്ക്. പല ജോയിൻ്റ് ഉണ്ട്, ഒന്ന് ഇവിടെ ജോയിൻ്റ് ഉണ്ട്, ഇങ്ങനെ മടക്കുന്ന അവസരത്തിൽ ഇവിടെ ജോയിൻ്റ് ഉണ്ട്, അതിനപ്പുറം ഇവിടെ ജോയിൻ്റ് ഉണ്ട്. ഇതാണ് മിർഫക്ക്. ഇങ്ങനെ കൈ മടക്കുന്ന അവസരത്തിൽ ഇതുണ്ടല്ലോ, അതുൾപ്പെടെ എന്ന് പറയുമ്പോൾ എന്താക്കും, ഇതിൻ്റെ പകുതിയോളം എത്തേണ്ടി വരും. ഇതിൻ്റെ പകുതിയോളം എത്തണം. അത് ഇല അൻസാഫിസ് ആലുദൈനി, അതാ ആലുദൈൻ എൻ്റെ പകുതി വരെയെന്ന്. ആലുദ ഏതാന്ന്, ഇതിൽ കഫിന് ശേഷം ഇത് റിറാ, ഇതിൻ്റെ അപ്പുറം അലുദ്. അപ്പോൾ അലുദിൻ്റെ പകുതി. അപ്പോൾ ഇപ്പോഴത്തെ ബനിയനിട്ടാൽ, റസലിൻ്റെ ബനിയനിട്ടാൽ ആ ബനിയൻ്റെ ആ വക്ക് വരെ എത്തിയത് അല്ലേ. ഇനി ഫഇന്നൽ ഹില്യത ഫിൽ ജന്നത്തി തബ്ലുഗു മവാദി അൽ വുളൂ, അത് ഹദീസിൻ്റെ ഒരു ആശയാണ്. സ്വർഗത്തിലുള്ള ആഭരണങ്ങൾ വുളൂഇൻ്റെ സ്ഥലങ്ങൾ വരെ എത്തിച്ചേരും എന്ന് ഹദീസുണ്ട്. ഹുറം മുഹജ്ജലീന. വഖുൽ ഇന്ദ ഗസ്ലിൽ യുംന, വലത്തെ കൈ കഴുകുന്ന അവസരത്തിൽ നീ പറയണം അല്ലാഹുമ്മ അഅ്തിനി കിതാബി ബിയമീനി വഹാസിബ്നി ഹിസാബൻ യസീറാ. എൻ്റെ കിതാബ്, എൻ്റെ നന്മതിന്മകൾ എഴുതുന്ന കിതാബ് എൻ്റെ വലത്തെ കയ്യിൽ തരണം, എനിക്ക് എളുപ്പമുള്ള ഹിസാബ് എടുക്കുകയും വേണം. അത് പരസ്പരം ലാസിമാണ്. ഏത്, വലത്തെ കയ്യിൽ കിട്ടിക്കഴിഞ്ഞാൽ ഫസൗഫ യുഹാസബു ഹിസാബൻ യസീറാ എന്ന് ഖുർആനിൽ പറഞ്ഞിട്ടുണ്ടല്ലോ. വഖുൽ ഇന്ദ ഗസ്ലി ശിമാൽ, ഇടത്തെ കൈ കഴുകുന്ന അവസരത്തിൽ പറയണം അല്ലാഹുമ്മ ഇന്നി അഊദു ബിക അൻ തുഅതിയനി കിതാബി ബിശിമാലി ഔ മിൻ വറാഇ ലഹരി. എൻ്റെ കിതാബ് ഇടത്തെ കയ്യിൽ തരുന്ന തൊട്ട് ഞാൻ നിന്നോട് കാവലിനെ തേടുന്നു, അല്ലെങ്കിലോ പിന്നിൽ കൂടി തരുന്നതും തൊട്ട്. 3 തരം കൊടുക്കലുണ്ടെന്നാണ് ഖുർആനിൽ പറഞ്ഞത്. വലത്തെ കയ്യിൽ കൊടുക്കുക, ഇടത്തെ കയ്യിൽ കൊടുക്കുക, പിന്നിൽ കൂടി കൊടുക്കുക. ഇടത്തും പിന്നിലും കൂടി ഒന്ന്. അത് കഠിനമായ ഹിസാബ് ഉണ്ടാകുമെന്ന് ആയത്തിനുണ്ടല്ലോ. ഇതിൽ പറഞ്ഞു യുസന്നു തഹരീക്കുൽ ഖാത്തമി ഇദാ കാനൽ മാഉ യസ്ലു തഹതഹു വഅമ്മ ഇദാ ലം യസ്ലിൽ മാഉ വജബ തഹരീക്കുഹു. മോതിരം ഇട്ടിട്ടുണ്ടാവും കയ്യിൽ. അപ്പോൾ അത് അനക്കാതെ തന്നെ സ്വയം വെള്ളം എത്തുമെങ്കിൽ അനക്കൽ സുന്നത്തേ ഉള്ളൂ. എല്ലാം അത് കടിച്ചു പിടിച്ച് മുറുകിയിട്ടാണെങ്കിൽ അത് വാജിബായും ചെയ്യും. അല്ലെങ്കിൽ അത്ര കണ്ട് വെള്ളം ഒഴിഞ്ഞ് നിൽക്കുമല്ലോ, അതാ പറഞ്ഞത്. ഇനി സുമ്മസ്തൗഇബ് റഅസക ബിൽ മസഹി, തടകൽ കൊണ്ട് നിൻ്റെ തല മുഴുവനുമാക്കണം, പൂർണ്ണമാക്കുക. ബി അൻ തബുല്ല യദൈക, അങ്ങനെയാണ് നിൻ്റെ 2 കൈയും നനക്കുക. വതുൽ സിക റൂസ അസാബിഇകൽ യുംന ബിൽ യുസ്ര, എന്താക്കണം, വിരലിൻ്റെ തല, യുംന എന്ന് പറഞ്ഞാൽ വലഭാഗം, ബിൽ യുസ്ര, യുസ്രയോട് കൂടിയിട്ട്. വ തലഅഹുമ അലാ മുഖദ്ദിമത്തിർ റഅസി, എന്നിട്ട് തലൻ്റെ മുമ്പാകത്ത് വെക്കുക. വ തുമിറഹുമ ഇലൽ ഖഫ, എന്നിട്ട് പെരടിയിലേക്ക് ഇങ്ങനെ നടത്തുക.
വേക്കോട്ടേക്ക്. സുമ്മ തറുദ്ദഹുമ ഇലൽ മുഖദ്ദിമ, പിന്നീട് തുടങ്ങിയ സ്ഥലത്തേക്ക് തന്നെ മടക്കുക. അവിടെ ഫത്വയിൽ മേൽ പറഞ്ഞ എന്താണ്, അങ്ങോട്ട് പോകുമ്പോൾ മുടിൻ്റെ മേൽഭാഗത്തേക്ക് കൂടി പോകും, ഇങ്ങോട്ട് മടക്കുമ്പോൾ മുടി ഇങ്ങനെ മറിയുമല്ല, അപ്പോൾ മുടിയുടെ മറ്റേ ഭാഗത്തേക്കാകും. അപ്പം മറിയുന്ന മുടിയില്ലെങ്കിൽ പോക്ക് മാത്രമേ ആവശ്യമുള്ളൂ എന്നാണ് ഫത്വയിൽ മേൽ പറഞ്ഞത്. ഒന്നുകിൽ മൊട്ടയടിച്ചിട്ടോ അല്ലെങ്കിൽ മുടി മുളക്കാത്ത ആളുകളാണെങ്കിൽ പോക്ക് കൊണ്ട് തന്നെ മതിയാക്കാം. എന്നിട്ടോ ഫഹാദിഹി മറ, ഇതൊരു വട്ടമായി. തഫ്അലു ദാലിക സലാസൻ, ഇപ്രകാരം 3 വട്ടം ചെയ്യണം. വകദാലിക ഫീ സായിരിൽ അഅ്ളാ, മറ്റുള്ള അംഗങ്ങളിലും 3 വട്ടമാക്കണം. വഖുൽ അല്ലാഹുമ്മ ഗശ്ശിനി ബിറഹ്മതിക വഅൻസിൽ അലയ്യ മിൻ ബറകാതിക വഅളില്ലനി തഹത ളില്ലി അർശിക യൗമ ലാ ളില്ല ഇല്ലാ ളില്ലുക അല്ലാഹുമ്മ ഹദ്ദിം ശഅരി വബശരി അലന്നാർ. നിൻ്റെ റഹ്മത്ത് കൊണ്ട് നീ എന്നെ പൊതിയണം, നിൻ്റെ ബറക്കാത്തിൽ നിന്ന് നീ എൻ്റെ മേലിൽ ഇറക്കിത്തരണം, അർശിൻ്റെ തണലിൽ നീ എനിക്ക് തണൽ നൽകണം. ഏതവസരത്തിൽ? യൗമ ലാ ളില്ല ഇല്ലാ ളില്ലുക്, നിൻ്റെ തണലല്ലാത്ത മറ്റൊന്നും ഇല്ലാത്ത ആ ദിവസത്തിൽ. എൻ്റെ രോമങ്ങളെയും എൻ്റെ തൊലിയെയും നരകത്തിൻ്റെ മേൽ നീ ഹറാമാക്കണം എന്ന് പറഞ്ഞു. സുമ്മം സഹ് ഉദുനൈക, പിന്നെ 2 ചെവിയും തടുക. ലാഹിറഹുമാ വബാത്തിനഹുമാ, അതിൻ്റെ ഉള്ളും തടകണം പുറവും തടകണം. ബിമാഇൻ ജദീദിൻ, പുതിയ വെള്ളം കൊണ്ട് എന്ന് പറഞ്ഞാൽ ഫ്രഷ്, അതായത് നേരത്തെ തടകിയ വെള്ളത്തിൻ്റെ ബാക്കി തടയാൻ പോരാന്ന്, അതായത് അതിന് പ്രത്യേക സെപ്പറേറ്റ് വെള്ളം എടുക്കണം എന്നർത്ഥം. വാദിഹിൽ മുസബ്ബഹത്തൈക്ക, നിൻ്റെ മുസബ്ബഹല്ലേടാന്ന് ചുണ്ടുന്നേ. പി സമാഹൈ ഉദിനയിക്ക, 2 ചെവിൻ്റെ ചെവിക്കുയിൽ. വംസഹ് ലാഹിറ ഉദുനൈക്ക, നിൻ്റെ ഉദിനിൻ്റെ ലാഹിർ. ബി ബാത്തിന് ഇബ്ഹാമൈക്ക, ഇബ്ഹാമേതാന്ന് ഇതല്ലേ പെരൽ വരല്, അപ്പം ഇങ്ങനെ എടുത്തിട്ട് ഇനി ഇവിടുന്ന് വഖുൽ അല്ലാഹുമ്മ ജഅൽനി മിനല്ലദീന യസ്തമിഊനൽ ഖൗല ഫയത്തബിഊന അഹ്സനഹു അല്ലാഹുമ്മ അസ്മിഅനി മുനാദിയൽ ജന്നതി മഅൽ അബ്റാർ. അതാ നിൻ്റെ കൗല് അഥവാ പരിശുദ്ധ ഖുർആൻ ശ്രദ്ധിച്ച് കേൾക്കുന്നവയും അതിൽ നിന്ന് ഏറ്റവും മെച്ചമായതിനെ ഇത്തിബായും, എന്നുവെച്ചാൽ അതിൽ മെച്ചവും ഉള്ളതും ഇല്ലാത്തതുണ്ടെന്ന അർത്ഥത്തിലല്ല. അഹസനം കൊണ്ട് ഉദ്ദേശിക്കുന്നത് ഓരോ വ്യക്തികൾക്കും അനുയോജ്യമായ ചില കാര്യങ്ങളുണ്ടാവും. ആമായിട്ടല്ലേ ഖുർആൻ ഉണ്ടാകലേ, അപ്പോൾ ഓരോ വ്യക്തികൾക്കും അനുയോജ്യമായ ഒന്നുണ്ടല്ലോ, അതാണ് അഹസനം കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അല്ലാഹുമ്മ അസ്മിഅനി മുനാദിയൽ ജന്നതി മഅൽ അബ്റാർ, സ്വർഗത്തിലേക്ക് വിളിക്കുന്ന ആ വിളിക്കുന്നവരുടെ ആ ശബ്ദം നീ എനിക്ക് കേൾപ്പിക്കണം നിൻ്റെ സജ്ജനങ്ങളോടൊപ്പം. സുമ്മം സഹ റഖബത്തക്ക, പിന്നെ നിൻ്റെ പെരടി തടകണം. അത് ഗസാലി ഇമാമിൻ്റെ മുഅ്തമദായി പറഞ്ഞു വരുന്നു. വഖുൽ അല്ലാഹുമ്മ ഫുക്ക റഖബതി മിനന്നാർ വഅഊദു ബിക മിനസ്സലാസിലി വൽ അഗ്ലാൽ, നരകത്തിനെ തൊട്ട് എൻ്റെ പെരടിയെ നീ മോചിപ്പിക്കണം, ചങ്ങലകളും പിന്നെ കഴുത്തിലിടുന്ന ആയുധങ്ങളുണ്ടല്ലോ അതിനെ തൊട്ടെല്ലാം ഞാൻ കൊണ്ട് കാബലിനത്തോടുന്നു. സുമ്മ ഖസിർ റിജ്ലക്കൽ യുംന, പിന്നെ വലത്തേക്കാല് കഴുകുക. സുമ്മൽ യുസ്ര, ഇടത്തേക്കാലും കഴുകുക. മഅൽ കഅബൈൻ, നരിയാണിയോടുകൂടിയിട്ട്. വഖല്ലിൽ ബിഹിൻസിരിൽ യദിൽ യുസ്ര, ഇടത്തേ കൈയിന് ഹിൻസിർ, ഹിൻസിർ എന്ന് പറഞ്ഞാൽ ചെറിയ വിരൽ, അതുകൊണ്ടെന്താക്കണം നീ തഹ്ലീലാക്കണം. അസാബിയ റിജ്ലിക്കൽ യുംന, നിൻ്റെ ഭാഗത്തിൻ്റെ വിരലിനെ, അതിനെ ചെറുവിരലാക്കുന്ന അത് എളുപ്പത്തിൽ പ്രവേശിക്കാനാണ്. മറ്റുള്ളതിനെ കൊണ്ട് തഹ്ലീലാക്കിയാലും കൂലി കിട്ടൂല എന്ന് പറഞ്ഞുകൂടാ, കാരണം വിരലിൽ തടി കൂടുമ്പോൾ ഈ ഇടയിലേക്ക് മുഴുവനും പോകൂലല്ലോ, അതുകൊണ്ടാണ്. പിന്നെ വഖല്ലിൽ മുബ്തദിയം മിൻ ഹിൻസിരിഹ, വലത്തേ കാലിൻ്റെ ഹിൻസിർ തുടങ്ങിയിട്ട് ഹത്ത തഖ്തിമ ബി ഹിൻസിരിൽ യുസ്ര. അപ്പം എങ്ങനെയായി? ഒരു അതുപോലെ ഇങ്ങനെ തുടങ്ങിയിട്ട് ഒരു ദായിര വരച്ച പോലെയായി. വ തുദ്ഖിലുൽ ഇസ്ബഅ മിൻ അസ്ഫൽ, അടിഭാഗത്തിൽ കൂടിയാണ് വിരൽ കടത്തേണ്ടത് ഇങ്ങനെ. എന്നിട്ട് ഫത്വയിൽ പറഞ്ഞു ഇതൊരു കൈഫിയത്താണ്, ഏത് രീതി തഹ്ലീലാക്കിയാലും തഹ്ലീലിൻ്റെ അസൽ കൂലിക്ക് കുഴപ്പമില്ല എന്ന് പറഞ്ഞു.
വഖുൽ അല്ലാഹുമ്മ സബ്ബിത് ഖദമയ്യ അലസ്സിറാത്തി യൗമ തസില്ലുൽ അഖ്ദാമു ഫിന്നാർ. നരകത്തിൽ കാലുകൾ വഴുതി വീഴുന്ന ഒരു ദിവസം സിറാത്ത് പാലത്തിൻ്റെ മേലെ എൻ്റെ 2 കദമും നീ സ്ഥിരപ്പെടുത്തി ഉറപ്പിച്ചു തരണമേ എന്നാണ്. ഇത് മൽത്താതി വകദാലിക തഗ്സിലുൽ യുസ്റാ, ഇനി അടുത്തേ കാല് കഴുകണം. വതഖൂലു അല്ലാഹുമ്മ ഇന്നി അഊദു ബിക അൻ തസില്ല ഖദമി അലസ്സിറാത്തി യൗമ തസില്ലു അഖ്ദാമുൽ മുനാഫിഖീൻ. മുനാഫിഖീങ്ങളുടെ കാലുകൾ തെറ്റിയിട്ട് നരകത്തിലേക്ക് വീഴുന്ന അവസരത്തിൽ സിറാത്തിൻ്റെ മേലെ എൻ്റെ കദമ് നീ ഉറപ്പിച്ച് നിർത്തണമേ, അത് തെറ്റിപ്പോകലിനും തൊട്ട് ഞാൻ കാവലിനെ തേടുന്നു എന്നായി. വർഫഇൽ മാഅ ഇലാ അൻസാഫി സാക്കൈനി, വെള്ളം കയറ്റണം ഇവിടം വരെ, സാക്കൈനിൻ്റെ പകുതി വരെ. അതിൻ്റെ കായത്ത് പറഞ്ഞ മുട്ടുവരെ എന്നാണ് ഫത്ഹുൽ മുഈൻ പറഞ്ഞത്, മുട്ടുവരെ. വതഖൂലു അല്ലാഹുമ്മ റാഇ തക്റാറ സലാസൻ ഫീ ജമീഇ അഫ്ആലിക, നിൻ്റെ എല്ലാ പ്രവർത്തനങ്ങളിലും 3 വട്ടം ആവർത്തിക്കൽ നീ പ്രത്യേകം ശ്രദ്ധിക്കണം. അപ്പോൾ ഒന്ന് പൂർത്തിയായി കഴിഞ്ഞു. ഇനെന്ത് വേണം? ഫഇദാ ഫറഗ്ത മിനൽ വുളൂ, വുളൂഇൽ നിന്ന് നീ വിരമിച്ചാൽ. ഇതാരൊക്കെ വന്നു? കുറച്ച് മണ്ണം കൂട്ടി. فقل أشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله سبحانك اللهم وبحمدك أشهد أن لا إله إلا أنت عملت سوءا وظلمت نفسي أستغفرك وأتوب إليك فاغفر لي وتوب علي إنك أنت التواب الرحيم. മഹല്ലിലൊക്കെ പറഞ്ഞ ദുആയാണ് ഇത്. ഇത് മൂന്ന് ഹദീസാന്ന് പറയും. ഇത് അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹു വഹ്ദഹു ലാ ശരീക ലഹു വഅഷ്ഹദു അന്ന മുഹമ്മദൻ അബ്ദുഹു വറസൂലുഹു. അതിൻ്റെ ഫളായിലൊന്ന് പറയും. അല്ലാഹുമ്മ ജഅൽനി മിനത് തവ്വാബീന വജഅൽനി മിനൽ മുതതഹിരീന എന്ന് പറയുന്നത് മറ്റൊരു റിവായത്ത്. സുബ്ഹാനക അല്ലാഹുമ്മ വബിഹംദിക അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലാ അൻത അസ്തഗ്ഫിറുക വഅതൂബു ഇലൈക മറ്റൊരു റിവായത്ത്. ഇത് 3 കൂടി സംഘടിപ്പിച്ചതാണ്. അപ്പോൾ ഓരോന്നെടുത്താലും അതതിൻ്റെ കൂലി കിട്ടുമെന്നർത്ഥം. സമയം കുടുങ്ങി അല്ലെങ്കിൽ ജമാഅത്ത് തുടങ്ങാൻ പോകുന്നു, അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹു വഹ്ദഹു ലാ ശരീക ലഹു വഅഷ്ഹദു അന്ന മുഹമ്മദൻ അബ്ദുഹു വറസൂലുഹു, എന്നാൽ അത്ര കണ്ട് കൂലി കിട്ടും. എന്നാൽ അല്ലാഹുമ്മ ജഅൽനി മിനത് തവ്വാബീന വജഅൽനി മിനൽ മുതതഹിരീൻ അത് രണ്ടാമത്തൊന്ന്. സുബ്ഹാനക അല്ലാഹുമ്മ ബിഹംദിക അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലാ അൻത അസ്തഗ്ഫിറുക വഅതൂബു ഇലൈക മൂന്നാമത്തേത്. ഇത് ഗസാലി ഇമാമിൻ്റെ റിവായത്താണ് ഇവിടെ എടുത്ത് വെച്ചത്. ഇനി അല്ലാഹുമ്മ ജഅൽനി മിനത് തവ്വാബീന വജഅൽനി മിനൽ മുതതഹിരീൻ വജഅൽനി മിൻ ഇബാദിക്കസ് സ്വാലിഹീൻ വജഅൽനി സബൂറൻ ശകൂറൻ വജഅൽനി അദ്കുറുക ദിക്റൻ കസീറ വഉസബ്ബിഹുക ബുക്റതൻ വഅസീലാ. അതിൻ്റെ അടിയിൽ ഫോട്ടിനോട്ടുണ്ടല്ലോ, അടിയിൽ യുന്തബു അന്തകൂല ദാലിക വാന്ത റാഫിഉം ബസറക ഇലസ്സമാ, നിൻ്റെ കണ്ണിനെ ആകാശത്തിലേക്ക് ഉയർത്തിക്കൊണ്ട് പറയലാണത് സുന്നത്ത്. മറ്റു ദുആകളിൽ ആകാശത്തേക്ക് നോക്കുന്ന പരിപാടിയില്ല. ഇതിൻ്റെ ഖാസാണ്. ഇനി ഫമൻ ഖറഅ ഹാദിഹി ദഅവാതി ഫീ വുളൂഇഹി, ഈ ദുആകളെ ഒരാൾ വുളൂൽ പറഞ്ഞാൽ ഖറജത്ത് ജമീഉ ഖതായാഹു മിൻ അഅളാഇഹി, അവൻ്റെ മുഴുവൻ അംഗങ്ങളിൽ നിന്നും ദോഷങ്ങൾ മുഴുവനും പുറത്തു പോകുന്നതാണ്. വഖുതിമ അലാ വുളൂഇഹി ബിഖാതമിൻ, അവൻ്റെ വുളൂവിൻ്റെ മേലെ ഒരു സീല് വെക്കും. വറുഫിഅ ലഹു തഹ്തൽ അർശ്, എന്നിട്ടോ അർശിൻ്റെ താഴ്ഭാഗത്തേക്ക് അതിനെ ഉയർത്തി വെക്കും. ഫലാ യസാലു യുസബ്ബിഹുല്ലാഹ തആല വയുഖദ്ദിസുഹു വയുക്തബു ലഹു സവാബു ദാലിക ഇലാ യൗമിൽ ഖിയാമ, അതെന്താക്കും? അല്ലാഹു തആലക്ക് തസ്ബീഹും തഖ്ദീസും ചെയ്തുകൊണ്ടേയിരിക്കും. എന്നിട്ട് അതിൻ്റെ സവാബിനെ ഈ വ്യക്തിക്ക് ഖിയാമത്ത് നാൾ വരെ എഴുതപ്പെടുന്നതാണ്.
ഒതു തന്നെ. അതല്ല ഒതുവിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ അഖീദ കിതാബിലല്ല ഉജൽ ഒതു യുക്കഫിറു എന്ന് പറഞ്ഞാൽ അഖീദയിലാണല്ലോ പറഞ്ഞത്. അപ്പോൾ പൂർണ്ണമായ ഒരൊറ്റ ഒതു ഉണ്ടായാൽ തന്നെ മനുഷ്യനിക്ക് രക്ഷപ്പെടാൻ വലിയ ബാബ് തുറന്നു വെച്ചു. ഇനി വജത്തനിബ് ഫി വുളൂഇക സബ്അൻ, ഒതു ഉണ്ടാക്കുന്ന അവസരത്തിൽ ചില കാലം വർജിക്കാനുണ്ട്. 7 കാര്യമുണ്ടെന്ന്. ഒന്ന്, ലാ തംഫുള്ള യദൈക ഫതറുസൽ മാ, ഈ കുടഞ്ഞു കളയാൻ പാടില്ല. അത് മഹലിയിൽ എന്താ പറഞ്ഞ് ഇതിനോടൊരു വിരക്തി പ്രകടിപ്പിക്കുന്ന സ്വഭാവം വന്നു പോയി. ഒരു ആട്ടിപ്പായ്ക്കലൊന്നുമില്ലേ, കൂടിയാലേ ജോങ്കിലൊന്നിങ്ങനെ തടയിക്കുമെന്നാണ് പറഞ്ഞത്. അതാ 2 കൈയും കുടയാൻ പാടില്ല. വലാ തൽത്തിയും വജിഹക്ക, മുഖം വെള്ളെടുത്തിട്ട് മുഖത്തേക്ക് അടിക്കലുണ്ടല്ലോ, അത് പാടില്ല. റഅസക, അതുപോലെ തലയെയും ബിൽമായി, വെള്ളം കൊണ്ടൊരു അടിക്കൽ, മുഖത്തടിക്കൽ എന്ന് പറയുന്നത്. ഇനി മറിക്ക് വലാ തതകല്ലം ഫി അസ്നാഇൽ വുളൂഇ, വുളൂഇൻ്റെ ഇടയിൽ വെച്ചിട്ട് സംസാരിക്കണ്ട. വലാ തസിദ് ഫിൽ ഗസ്ലി അലാ 3 മറാത്തിൻ, കഴുകലിൽ 3 വട്ടത്തിനേക്കാണ് കൂട്ടാൻ പാടില്ല. ഒന്നാമത്തോണ്ട് തന്നെ ശരിക്കും വരച്ച്, രണ്ടാമത്തെയും 3-ാമത്തെയും വിശ്വാസമെല്ലാം പോയി. ഇത് പിന്നെ ഇത് ആയിനോ സംശയിക്കില്ല, അതൊരു മാനസിക രോഗം എന്നാണ് പറഞ്ഞത്. പറവിയ തടഞ്ഞ ഖസാലി ഇമാമും വ്യക്തമാക്കിയാണ്. മഹല്ലി കിതാബിൽ 19 പറഞ്ഞെന്താണ്, അത് വേണ്ടയില്ല. പിന്നെ വലാ തുക്സിറ സബ്ബൽ മാഇ മിൻ ഗൈരി ഹാജത്തിൻ, ആവശ്യം കൂടാതെ കണ്ട് വെള്ളം ചൊരിക്കലി വർദ്ധിപ്പിക്കാൻ പാടില്ല. പ്രത്യേകിച്ചിട്ട് പള്ളിയിലെ വെള്ളമാണെങ്കിൽ അത് മോട്ടറടിച്ചിട്ട് വില കൊടുത്ത വെള്ളമാണ്. അത്തരത്തിലുള്ള വെള്ളം അടിച്ചിട്ട് കൃഷി ചെയ്യുകയാണെങ്കിൽ സക്കാത്ത് പകുതിയെ കൊടുക്കൊണ്ടുവന്നാണ്. ഫുഖറായിൻ്റെ അവകാശത്തിൽ നിന്ന് പകുതി കട്ടാക്കിയിട്ടാണ് എന്താക്കുന്നത്, ഇതിനെ ചെലവിൽ കൂട്ടുന്നു. ഇത് തുറന്നിളക്കിയിട്ട് ഇടുന്ന പലടക്കം നിൽക്കലാണ്, വെള്ളം അങ്ങനെ പോയിക്കോളും. അതാ ബി മുജറദിൽ വസ്വാസത്തി, വസ്വാസിൻ്റെ കാരണത്തിന് വേണ്ടി, അതല്ലാണ്ട് വേറെ കാരണമില്ല. അല്ലെ ഒതുവിലേക്ക് ഛർദ്ദിച്ചാൽ കഴുകിയത് ആയെന്നും 3 വട്ടമായെന്നും 2 വട്ടമായെന്നൊക്കെ ശരിക്കും ഉറപ്പുണ്ടാവുമല്ലോ. അതാ ഖാല സല്ലല്ലാഹു അലൈഹി വസല്ലം സയകൂനു ഖൗമുൻ മിൻ ഹാദിഹിൽ ഉമ്മത്തി യഅതദൂന ഫി ദുആഇ വത്തുഹൂർ, എൻ്റെ ഉമ്മത്തിൽ ഒരു ഖൗമ് വരാനുണ്ട്, അവരെന്താക്കുന്നറിയോ, വളുവിലും ദുആയിലും അതിരുവിട്ട് കിടക്കുന്ന പറഞ്ഞു. എന്തല്ലോ ദുആ എന്നിട്ട് കൈകൊണ്ടും കരണ്ടും കാട്ടി കൂക്കി വിളിച്ചിട്ടെല്ലാം കൂടാ. അതുപോലെ വളുവിൻ്റെ വിഷയത്തിലും. ഇനി വയുഖാലു മിൻ വഹനി ഇൽമിർ റജുലി വുലൂഉഹു ബിൽ മാഇ ഫി തഹൂർ, ഒരു മനുഷ്യൻ്റെ ഈ ബുദ്ധിയുടെ ബലഹീനതയിൽപ്പെട്ടതാണ് ഏത്, തഹൂർ എന്ന വിഷയത്തിൽ വെള്ളം കൂടുതൽ ചിലവാക്കുക എന്നുള്ളത്. കണ്ടമാനം ഒരിക്കൽ ചില സ്ഥലത്ത് ഒരു കോപ്പൊക്കെ സ്ഥാനം ഒരു ബക്കറ്റാണ്. നമ്മൾ സാധാരണ ഈ മറ്റേ ക്ലാസ്സില്ലേ, കാവടിക്കുന്ന ക്ലാസ്, അണ്ടായത്തിന് നമുക്കൊന്നും ആവും. ആ കോപ്പൻ്റെ സ്ഥാനത്ത് ചില ഭാഗത്ത് വടക്കോട്ടെല്ലാം പോയി കഴിഞ്ഞാൽ ഒരു ബക്കറ്റ് മുഴുവനും. പണ്ട് കർണാടക ഭാഗത്തുനിന്ന് കുറച്ച് കുട്ടനോളെ പുരക്ക് വന്നു. നമ്മൾ എന്താക്കി, അന്ന് മോട്ടറൊന്നും ഇല്ലാത്ത കാലമാണ്, പുരക്കുന്ന വെള്ളം കോരിയിട്ട് ഇവിടെ ബക്കറ്റ് കൊണ്ടുവച്ചു. ഓർക്കാകെ ഒരു മറിക്കലിനേ ഉള്ളൂ, ഇനി ബാക്കി വെള്ളം കടത്തിക്കൊണ്ടുവരണം. കാരണം നമ്മൾ എടുക്കുന്ന ഒരു കോപ്പൻ്റെ സ്ഥാനത്തൊരു ബക്കറ്റാണ്, എടുത്തൊരൊറ്റ മറിക്കല. ആലോചിക്കട്ടെ വെള്ളത്തിൻ്റെ ദുർവിനിയോഗം. അതാ വക്കാല ഇബ്രാഹിമിൻ അദ്ഹം റളിയല്ലാഹു അൻഹു പറയുന്നു, അവ്വലുമാ യബ്ദഉൽ വസ്വാസു മിൻ ഖിബലി തഹൂർ, ഒരു മനുഷ്യൻ്റെ ജീവിതത്തിൽ വസ്വാസ് ആദ്യമായി കടന്നു വരുന്നത് ശുദ്ധീകരണത്തിൻ്റെ ഭാഗത്തിൽ കൂടിയാണ്. ശുദ്ധിയാക്കിയാലും ആവില്ല, ആയിട്ടില്ലാന്ന് തോന്നല്. ഇത് വസ്വാസിനെ തുടക്കാമെന്നാണ്. അതാ ഫഹാദിഹി സബ്അത്തു, എന്നെ തീർന്ന മറ്റേ വായിച്ച ഫഹാദിഹി സബ്അത്തു മക്റൂഹത്തുൻ ഫിൽ വുളു, അല്ല ആയിട്ടില്ല. ഫലിൽ മുസ്വസിനെ ശൈത്താനുൻ യൽഹഖു ബിഹിം, ഈ വസ്വാസ ബാധിച്ച ആളുകൾക്ക് ഒരു ശൈത്താനുണ്ട്. ആ ശൈത്താൻ ഇങ്ങനെ പരിഹസിച്ച് ചിരിക്കുന്നുണ്ടാവും ഇവൻ്റെ ഈ കളി കാണാൻ പിടിച്ച്. ചില അവലിയായിട്ട് ബാധിക്കുന്ന ആൾക്കുണ്ടാവും. ഇത് നമ്മൾ 30 രൂപ ടിക്കറ്റിന് വെച്ചാൽ ഒന്നും കാണാൻ വരുമായിരുന്നു, നിങ്ങൾക്ക് വരുമാനം കിട്ടുമല്ലോ. അപ്പോൾ ഇവരെ കൊണ്ട് ചിരിക്കുന്ന ചില ശൈത്താനുണ്ട്. ശൈത്താൻ്റെ പേര് യുക്കാലുള്ളഹുൽ വൽഹാൻ എന്നാണ് ശൈത്താൻ്റെ പേര്. അവനും അടുത്ത് വന്നിട്ട് ഇവൻ്റെ ഒതുവിൻ്റെ കോലം കണ്ടിട്ട് ചിരിച്ച് കളിക്കുന്നുണ്ടാവും എന്നാണ് പറഞ്ഞത്.
ഇനി വലാ തതവല്ല ബിൽ മാഇൽ മുശമ്മസ് വഅലൈക്കുമുസ്സലാം വഅലൈക്കുമുസ്സലാം. സൂര്യൻ കൊണ്ട് ചൂട് പിടിച്ച വെള്ളം ഉണ്ടല്ലോ, അതുകൊണ്ട് നീ ഒതു ഉണ്ടാക്കാൻ പാടില്ല എന്ന് പറയും. അത് മഹല്ലിയിലും അന്തിയിലൊക്കെ എന്താണ് ചില നിബന്ധനകൾ പറഞ്ഞിട്ടുണ്ട്. ഒന്ന് ഉഷ്ണമേഖലയിലുള്ള സ്ഥലങ്ങളാകലി, മറ്റൊന്ന് ലോഹപാത്രത്തിലുള്ള വെള്ളമാവലി. ലോഹപാത്രത്തിൽ എന്ത് വരും? ഇരുമ്പിൻ്റെ പൈപ്പെല്ലാം പെടും, അതും പാത്രം തന്നെയാണല്ലോ. അതുകൂടെ ചൂടോടെ ഉപയോഗിക്കൽ, അവിടെയാണ് കറാഹത്ത് എന്ന് പറഞ്ഞത്. മഹല്ലിയിൽ എടുത്തുകൊണ്ടിരുന്നില്ല ഫിൽമിലാദിൽ ഹാറത്തി അതാ വലാമിനൽ അവാനി സൊഫരിയ. ഈ ലോഹപാത്രം, സൊഫർ എന്ന് പറഞ്ഞാൽ ശരിക്കും തന്നെ പിച്ചളയാണ്. ലോഹപാത്രങ്ങളിലും അതാ ഫഹാദിഹി സബ്അതു മക്റൂഹത്തുൻ ഫിൽ വുളൂ. വുളൂഇൽ ഈ പറയപ്പെട്ട കാര്യങ്ങൾ കറാഹത്താകുന്നു. അതാ വദാലിക മിൻ ജിഹത്തി തിബ്ബി. ഇത് വൈദ്യശാസ്ത്ര പ്രകാരമാണ് പറയുന്നത്, അപ്പോൾ ശറഈ അല്ല എന്നർത്ഥം. അതുകൊണ്ട് ചില കോട്ടങ്ങളുണ്ട്. ഇന്നലെ പറഞ്ഞില്ലേ അമോണിയൻ്റെ മണം. അമോണിയ തന്ന് വെള്ളം ശുദ്ധീകരിക്കാൻ വെക്കുന്ന നമ്മളെ പൊടിയില്ലേ, ക്ലോറിൻ. ക്ലോറിനാണ് അമോണിയ എന്ന സാധനം. നവസാരം, മലയാളത്തിൽ പറയുന്നത് നവസാരം. നവസാരം ചൂടാക്കിയാൽ എന്താക്കും? അമോണിയ കിട്ടും. നവസാരം തന്നെ വിചാരിച്ച് ഉപ്പാന്ന് പിടി വാങ്ങാൻ കിട്ടും. ഈ ചെമ്പ് പൂശാൻ വേണ്ടി ഉപയോഗിക്കുന്നത്, അത് വെച്ചാൽ അലിഞ്ഞിട്ടെല്ലാം കൂടെ ആകെ സ്ഥലമെല്ലാം മുടക്കുകയും ചെയ്യും. ഉപ്പെന്ന സാധനം അറിയാണ്ട് വെച്ച് പോയാൽ അലിഞ്ഞെല്ലാം കൂടെ വെള്ളം കയറും. ഇത് ചൂടുള്ള പാത്രത്തിലിട്ടിട്ട് ഇങ്ങനെ ചൂടാക്കി കൊണ്ടുവെക്കുമ്പോൾ ആവി ഇങ്ങനെ വരും. ഈ ആവിയാണ് ഏത്? അമോണിയ വാതകം. ഇത് പാത്രത്തിലാക്കി കുപ്പിക്കകത്ത് കയറ്റിയിട്ട് ഇങ്ങനെ കുടിച്ചിട്ട് വെള്ളം ഒഴിക്കുക. വെള്ളം ഒഴിച്ച് കുറേ സമയം മൂടി കെട്ടിക്കഴിഞ്ഞാൽ എന്താക്കും? കറമായ്ക്കുന്ന വെള്ളമില്ലേ, കറമായ്ക്കാൻ ഉപയോഗിക്കുന്നത്. പഴയ കാലത്ത് നോട്ടിൻ്റെ മേലെ അല്ലെങ്കിൽ തേച്ച് തന്നിട്ട് ബജാറിലുണ്ട് ചെറിയ ചെറിയ കുപ്പിയിൽ വെക്കുന്നു. കുപ്പത്തിൻ്റെ കറ, വസ്ത്രങ്ങളുടെ കറ, അതാ സാധനം. ക്ലോറക്സ്. അത് സാധനം തന്നെ, പോലത്തൊന്നും പറയാനില്ല. ഇനി വകരിഹ കൗമ തൻസീഫ. തോർത്തൽ കറാഹത്താണ് എന്ന് ചിലർ പറഞ്ഞിട്ടുണ്ട്. അക്കാലു അൽ വലൂ. എൻ്റെ ബാക്കി കൊടുത്തോ. യൂസനു. ഈ കയ്യിലുണ്ട ഒതുണ്ടല്ലോ, ഒതുവിൻ്റെ വെള്ളം, ഇത് അവൻ്റെ ഹസനാത്തിൽ തൂക്കത്തിൽ വരുമെന്നാണ് പറയുന്നത്. അതുകൊണ്ട് തുടച്ച് കളയണ്ട. പക്ഷെ കഠിനമായ തണുപ്പോ മറ്റോ ഉള്ള അവസരത്തിൽ തുടക്ക നിർബന്ധമായി എന്നും വരാം. അത് ആ ഉതിരില്ലാത്ത സ്ഥലത്തേക്കാണ് പറഞ്ഞത്. എടുത്തി മഹ്മാ ഫറഗ മിൻ വുളൂഇഹി. വുളൂഇൽ നിന്ന് വിരമിച്ച് കഴിഞ്ഞാൽ വാക്മല അലസ്സലാത്തി, നമസ്കാരത്തിലേക്ക് മുന്നിട്ടു അല്ലേ. ഫയംബഗി അൻ യഖ്തുറ ബിബാലിഹി അന്നഹു തഹറ ലാഹിറുഹു. അവൻ്റെ മനസ്സിൽ കരുതണം, ഇതുകൊണ്ട് ബാഹ്യമായ ഒരു ശുദ്ധീകരണം നമുക്ക് കിട്ടി അല്ലേ. വഹുവ മത്റഹു നദിരിൽ ഖൽഖി. പക്ഷേ അത് പടപ്പുകൾ ശ്രദ്ധിക്കുന്ന ഭാഗമാണ്. ഏതെല്ലാം മുഖവും കയ്യും കാലൊക്കെ പടപ്പുകൾ ശ്രദ്ധിക്കുന്ന ഭാഗമല്ലേ. ഇനി ഒന്ന് ശുദ്ധീകരിക്കാൻ പ്രധാനപ്പെട്ട ഒന്നുണ്ട്. ഫയംബഗി അൻ യസ്തഹിയ മിൻ മുനാജാത്തില്ലാഹി തആല മിൻ ഗൈരി തത്ഹീരി ഖൽബിഹി. കൽബ് ശുദ്ധീകരിക്കാത്ത രീതിയിൽ അള്ളാഹുവിനെ മുനാജാത്ത് ചെയ്യുന്ന തൊട്ട് അവനെന്താക്കണം? ലജ്ജിക്കണം. എന്തുകൊണ്ട്? ബഹുവ മൗഖിഉൻ നദിൽ റബ്ബി. റബ്ബിൻ്റെ നോട്ടം പതിയുന്ന സ്ഥലമാണ് കൽബ്. അപ്പോൾ പടപ്പുകളെ ശ്രദ്ധ പതിയുന്ന സ്ഥലം നമ്മൾ എന്താക്കി? ശുദ്ധീകരിച്ചു. ഇനി അള്ളാഹുവിൻ്റെ നോട്ടത്തിൻ്റെ സ്ഥലം ശുദ്ധീകരിക്കണം. എന്തുകൊണ്ട്? ഇസ്തിഗ്ഫാർ കൊണ്ടും നദാമത്ത് കൊണ്ടും. വൽ യതഹഖഖ് അന്ന തഹാറത്തൽ ഖൽബി ബിത്തൗബത്തി മിനൽ അഖ്ലാഖി ദമീമ. ചീത്തയായ സ്വഭാവങ്ങളെ തൊട്ട് തൗബ കൊണ്ട് കൽബിൻ്റെ ശുദ്ധീകരണമാണ്. വ അന്ന മൻ ഇഖ്തസറ അലാ തഹാറത്തിൽ ലാഹിരി. ലാഹിറ് മാത്രം ശുദ്ധിയാക്കി. എന്നിട്ടോ അതിൻ്റെ ഉദാഹരണം കമൻ അറാദ അൻ യദുറ മലിക്കൻ ഇലാ ബൈത്തിഹി. ഒരു രാജാവിനെ അവൻ്റെ വീട്ടിലേക്ക് വിരുന്നുകാരനായി ക്ഷണിക്കാൻ ഒരാൾ ഉദ്ദേശിച്ചു. എന്നിട്ടോ ഫതറക്കഹു മഷഹൂനം ബിൽ ഖാദൂറാത്തി. ഒരുപാട് കച്ചറകളെ കൊണ്ട് വീടിൻ്റെ റൂമെല്ലാം നിറച്ച് വെച്ച്. എന്നിട്ടോ രാജാവ് കയറി വരുമ്പം കാണുന്ന ആ ഫ്രണ്ട് ഭാഗം ഉണ്ടല്ലോ, ഉമ്മറപ്പടിയും സിറ്റൗട്ടും, അതൊക്കെ ഒന്ന് വൃത്തിയാക്കി വെച്ച്. അതുകൊണ്ട് പുര പൂർണ്ണമായി ശുദ്ധിയായി എന്ന് പറയാൻ പറ്റുമോ? ഇതാ പറഞ്ഞു. വസ്തഗല ബി തജ്സീസി ലാഹിരൽ ബാബി അൽബറാനി മിനദ്ദാർ. വീട്ടിൽ നിന്നുള്ള
പുറത്തെ സിറ്റ് ഔട്ട് ഭാഗങ്ങൾ ശ്രദ്ധ പതിയുന്ന ഭാഗമെല്ലാം ഒന്ന് പെയിൻ്റ് അടിച്ച് വൃത്തിയാക്കി. ഇതുപോലെയാണ് അതിന് പറ്റിയ ഉദാഹരണം. ആ വമാ അജ്ദറ മിസ്ല ഹാദർ റജുലി ബിത്തഅറുദി ലിമക്തിബൽ ബവാർ, ഇവനെ കോപത്തിനും ശിക്ഷക്കും പാത്രീഭൂതനാവാൻ ഇനി ഇതിനേക്കാണ് എനിക്ക് മറ്റെന്തെങ്കിലും വേണമോ എന്ന് ഹയ്യാലുമുദ്ദീന ചോദിക്കുന്നു. വഫിൽ ഖബരി അന്ന മൻ ദക്കറല്ലാഹ തആല ഇൻദ വുളൂഇഹി, ഹദീസിൽ വന്നിട്ടുണ്ട് വുളൂഇൻ്റെ നേരത്ത് അല്ലാഹു തആലാക്ക് ദിക്ർ ചൊല്ലിയാൽ തഹറല്ലാഹു ജസദഹു കുല്ലഹു, അവൻ്റെ ശരീരം മുഴുവനും അല്ലാഹു തആല ദോഷങ്ങളെ തൊട്ട് ശുദ്ധമാക്കും എന്ന് പറഞ്ഞു. അപ്പോൾ വുളൂ കൊണ്ട് തന്നെ എന്തായി, ശരീരം മുഴുവനത്തും അതിൻ്റെ എഫക്റ്റ് ബാധിച്ചു. വമല്ലം യദ്കുരില്ലാഹ തആല, അല്ലാഹു തആലാക്ക് ദിക്ർ ചെല്ലാത്തവനാണെങ്കിലോ ലം യത്ഹുർ മിൻഹു ഇല്ലാ മാ അസാബൽ മാ, വെള്ളം തട്ടിയ അംഗങ്ങൾ മാത്രമേ ശുദ്ധമായിട്ടുള്ളൂ. ബാക്കി ഇപ്പോൾ വെള്ളം തട്ടിയതല്ലാന്ന് മുഖവും കൈകാലുകളും തലയും കാലും. ദിക്റോട് കൂടിയുള്ളതാണെങ്കിലോ ശരീരം മുഴുവനും ശുദ്ധമായി. ആ ബാബാടെ തീർന്നു. ആദാബുൽ ഗുസ്ലി മിനൽ ജനാബത്തിനെ തൊട്ടുള്ള കുളിയുടെ ആദാബുകളാണ് പറയുന്നത്. നമ്മുടെ ഒന്നാമത്തെ ടൈമായ അതെ പകുതിയും പകുതിയൊക്കെയാണ്. ഫൈദ അസ്വാബത്തുക ജനാബത്തും മിൻ ഇഹ്തിലാമിൻ ഔ വിഖായിൻ, എന്തെങ്കിലും കാരണത്താൽ നിനക്ക് ജനാബത്ത് സംഭവിച്ചാൽ ഫഖുദിൽ ഇനാഅ ഇലൽ മുഗ്തസൽ, കുളിക്കുന്ന സ്ഥലത്തേക്ക് വെള്ളം കൊണ്ടുപോവുക. ഇപ്പം കൊണ്ടുപോകേണ്ട ആവശ്യമില്ലാതെ ബട്ടൺ അമർത്തിയാൽ മതി. വഗസിൽ യദൈക അവ്വലൻ സലാസൻ, ആദ്യമായി 2 കൈ 3 വട്ടം കഴുകുക. വഅസിൽ മാ അലാ ബദനിക മിൻ ഖദരിൻ, അങ്ങനെ ശരീരത്തിൽ മാലിന്യങ്ങളുടെ എല്ലാം നീക്കുക. വതവല്ലഅ കമാ സബക, മേൽ പറഞ്ഞതുപോലെ ഒരു ഉളു ഉണ്ടാക്കുക. ഫീ വുളൂഇക ലിസ്സലാത്തി, നമസ്കാരത്തിൻ്റെ ഒരു ഉളു ഇപ്പം പറഞ്ഞല്ലോ അതുപോലെ. മാ ജമീഅ ദഅവാതി വൽ അദ്കാർ, എല്ലാ ദുആകളും ദിക്റും എല്ലാം കൂട്ടുക. വഅഖിർ ഗസല ഖദമൈക, 2 കാല് കഴുകൽ പിന്തിച്ചോന്നു. എന്തിനാ? കൈല എളി അൽമാ, വെള്ളം പാടാപാതിരിക്കാൻ. എന്തുകൊണ്ട്? ഈ എടുക്കുന്ന കാലിലേക്ക് തന്നെ താഴോട്ട് വെള്ളം എടുക്കുമ്പോൾ കാലിലേക്ക് വെള്ളം എത്തിക്കൊള്ളുമല്ലോ. അപ്പോൾ വെള്ളം കാലിനായിട്ട് വെള്ളം ചിലവാക്കിയാൽ അത്ര കണ്ട് വെള്ളം അധികം പറ്റായി വരുന്നില്ലേ, അതുകൊണ്ടാണ്. ഇനി ഫൈദ ഫറഗ്ത മിനൽ വുളൂഇ, അങ്ങനെ വുളൂ കഴിഞ്ഞതിന് ശേഷം ഫസുബ്ബൽ മാഅ അലാ ഷിഖ്ഖികൽ ഐമൻ, നിൻ്റെ വലഭാഗത്തേക്ക് വെള്ളം ഒഴിക്കുക. സലാസൻ 3 വട്ടം. വാന്ത നാബിൻ റഫ്അൽ ജനാബ, ജനാബത്തിനെ ഉയർത്തുന്നതിൽ നിയത്ത് ചെയ്യണം. ഇനി സുമ്മ അലാ ഷിഖ്ഖികൽ ഐസർ, പിന്നെ ഇടഭാഗത്തൊഴിക്കുക സലാസൻ 3 വട്ടം. സുമ്മ അലാ റഅസിക, പിന്നെ തലയിൽ സലാസൻ 3 വട്ടം. വദുലിക് മാ അഖ്ബല മിൻ ബദനിക വമാ അദ്ബറ, ശരീരത്തിൻ്റെ മുമ്പാകത്തും പിൻഭാഗത്തും നല്ല വരച്ച് കഴുകുക. മുമ്പാകം ഏതായി? ഈ ഭാഗം. പിന്നീട് പിന്നെ കൈയെത്താവുന്ന സ്ഥലത്തേക്കല്ല എത്താൻ കഴിയും. കൈയെത്താത്ത സ്ഥലം ഇല്ലയെന്നല്ല പറയുന്നു. വഖല്ലിൽ ശഅറ റഅസിക, നിൻ്റെ തലയുടെ രോമം തഖ്ലീലാക്കണം. വഉസ്ലിൽ മാഅ ഇലാ മആതിഫിൽ ബദൻ, ശരീരത്തിൽ ചുളിഞ്ഞ സ്ഥലങ്ങളുണ്ടാവും. മുട്ടിൻ്റെ ഭാഗം കരക്ക പോലെയെല്ലാം ചെറിഞ്ഞ് അതിലൊക്കെ അതിൻ്റെ പുറം കൈ ചുളിഞ്ഞ സ്ഥലങ്ങൾ, അവിടത്തേക്ക് നീ വെള്ളം ചേർത്ത് കൊടുക്കണം. മനാബിത്തി ഷഅർ, അതുപോലെ രോമങ്ങൾ മുളക്കുന്ന സ്ഥലത്തും. മാ ഖഫ മിന്നു മാ കസുഫ, അത് നേരിയതായാലും തെങ്ങിയതായാലും. ഒളൂൻ്റെ ബാബിൽ എന്താ പറഞ്ഞത്? തെങ്ങിയ സ്ഥലത്ത് സുന്നത്തേ ഉള്ളൂ എന്നാണ്. ഇത് എല്ലാം വാജിബാണ്. ഇനി വാഹിദർ അൻ തമസ ദക്കറക്ക ബാദൽ വുളൂവിന് ശേഷം ദക്കറുണ്ടാകുന്നതാണ് അടുത്ത വുളു പോയി പോണ്ടാന്ന് വെച്ചിട്ട്. ഫൈൻ നസാബത്തുഹുൽ ജദു ഫൈദിൽ വുളു, കൈ തട്ടിപ്പോയാൽ എന്താക്കണം? വുളു മടക്കണം. വൽ ഫരീലത്തു മിൻ ജുംലത്തി ദാലിക്, ഈ കുളിയുടെ ഒട്ടാകെ ഫരീലത്ത് എടുത്താൽ അന്നിഞ്ഞത്തു, ഒന്ന് നിഞ്ഞത്താണ് ഇസ്തിയാബുൽ ബദൻ, ശരീരം മുഴുവനും വെള്ളാത്തലുമാണ്. ബാക്കിയൊക്കെ സുന്നത്തുകളാണ്. നോമ്പിന് പറഞ്ഞ മാതിരി. നോമ്പിനെന്താണ്? ഒന്ന് നീയത്ത്, മറ്റൊന്നോ നോമ്പ് മുറിയുന്ന കാര്യങ്ങളെ തൊട്ട് സൂക്ഷിക്കൽ. ഇനി വമിനൽ വുളൂഇ, വുളൂവിൻ്റെ സുന്നത്തുകൾ. ഗസ്ലുൽ വജ്ഹി വൽ യദൈനി, അടങ്ങുന്നത് ഗസ്ലുൽ വജ്ഹി വൽ യദൈനി മഅൽ മിർഫഖൈനി, 2 മുട്ടുൾപ്പെടെ, കൈൻ്റെ മുട്ടുൾപ്പെടെ, മിർഫക്ക് കൈൻ്റെ മുട്ടിനാ പറയാം, മറ്റേ റുക്ബത്തെന്നാ പറയാം.
2 കൈയും മുഖവും കഴുകലി. വ മസ്ഹു ബഅ്ലിർ റഅസി തലയുടെ അല്പഭാഗം തടകലി. വ ഗസ്ലു റിജ്ലൈനി 2 കാല് കഴുകലി. മാൽ കൈബൈൻ നിലയാണ് ഉൾപ്പെടെ മറത്ത്. ഇതേ എന്നല്ലോ ഒന്നുവിൻ്റെ ഫർളുള്ളൂ. കുളി കുറച്ച് വലുതാണെങ്കിലും ഫർള് 2 ഉള്ളൂ. വമാ അദാഹു സുനനുൻ മുഅക്കദത്തുൻ ബാക്കിയുള്ളത് എന്താ നല്ല കടുപ്പമേറിയ ശക്തമായ സുന്നത്തുകളാണ്. ഫളുഹ കസീറുൻ വസവാബുഹ ജസീലുൻ അതിൻ്റെ മഹത്വം ധാരാളമാണ്, അതിന് കിട്ടുന്ന പ്രതിഫലം അളവറ്റതുമാണ്. ഇനി വൽ മുത്തഹാബിനു ബിഹാ ഖാസിറുൻ ഇത് സാരമില്ല എന്ന് നിസ്സാരപ്പെടുത്തുന്നവൻ നഷ്ടപ്പെട്ടവനാണ്. ബൽ ഹുവ ബി അസ്ലി ഫറായിലിഹി മുഖാത്തിറുൻ മാത്രമല്ല ഫറായിൽ തന്നെ ചിലപ്പോൾ ശരിയാകാണ്ട് വരും, അപകടത്തിലാകും. സുന്നത്തല്ലേ എന്ന് പറഞ്ഞിട്ട് കുറേ ഒഴിച്ചിട്ട് ലാസ്റ്റ് എന്താക്കും, ഫർളിൽ നിന്നും കട്ടായിട്ട് ഇങ്ങോട്ട് പോകും. അതുകൊണ്ട് ഫൈനൻ നവാഫില ജവാബിറുൽ ഫറായിലി ഫർളിന് വന്ന ആ കോട്ടങ്ങളെ പരിഹരിക്കുന്ന സാധനമാണ് നവാഫിലി. അപ്പോൾ അതങ്ങ് എടുത്ത് കളഞ്ഞാൽ എന്താകും, ഫർളിൻ്റെ പരിഹാരം ഇല്ലാതെ കണ്ടു പോകും. അത് കഴിഞ്ഞ് ഇനി ഏതുള്ളേ ആദാബു തയമ്മം, അത് പിന്നെ ഒരു പ്രത്യേക ബാബാണ്. ഇതൊക്കെ ചുരുക്കത്തിലേ പറഞ്ഞു, ഫിഖ് മുഴുവനും ഇതിൽ ഉൾക്കൊണ്ടിട്ടില്ല. നന്നായിട്ട് ഫിഖ് തീരണമെങ്കിൽ ഒന്നെങ്കിലും എന്താ അല്ലെങ്കിൽ ഫത്തുൽ മൊയ്നി കയ്യോങ്കിൽ മഹല്ലി, അതിലിപ്പം നമ്മളെ നാട്ടിലെ തർത്തീബാവുള്ളൂ. ഇപ്പം തുടങ്ങുന്നുണ്ടാ